ഹലോ നമസ്കാരം. ഞാൻ ഇന്നൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയി നിൽക്കുക. അച്ഛനും ഞാനും കൂടിയാണ് പോകുന്നത്. ഞങ്ങളൊരു രാവിലെ 11:30 സമയമായപ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. പക്ഷേ ഭയങ്കര വെയിലാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. ഈ സ്കൂട്ടറിൽ പോകുന്ന പെമ്പിള്ളേരൊക്കെ ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വെയിലത്ത് ഇതൊക്കെ ഇല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ കോഴഞ്ചേരിയിലുള്ള ഓഫീസിലാണ് വന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തിരുവല്ലയ്ക്കോട്ടാണ് പോകേണ്ടത്. ഇനി അവിടെയും കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12:30 മണിയായി കാണും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇനി തിരുവല്ലയിൽ എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കടകൾ കാണാറുണ്ടല്ലേ. അപ്പം ഇങ്ങനെയുള്ള കടകൾ ശരിക്കും നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. നമുക്കിങ്ങനെ വണ്ടിയൊക്കെ സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു ജ്യൂസൊക്കെ കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നാരങ്ങകളൊക്കെ കുടിക്കണമെങ്കിൽ ഇതുപോലുള്ള കടകളൊക്കെ തന്നെയാണ് നമുക്ക് വളരെ കംഫർട്ടബിൾ. അപ്പോൾ അച്ഛന് ഇവിടുന്ന് ഒരു നാരങ്ങവെള്ളം വാങ്ങിച്ചു. അച്ഛൻ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരായിട്ടൊക്കെ ഭയങ്കരമായിട്ടും കമ്പനിയാവും കേട്ടോ. മുന്നേ അറിയാവുന്ന ആൾക്കാരൊന്നും അല്ല, പക്ഷേ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയും. അത് അച്ഛൻ്റെ ഒരു ശീലമാണേ. അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ ലോട്ടറി എടുക്കുന്നത്. ഒരു ദിവസം 100 രൂപ കൂടുതലെങ്കിലും അച്ഛൻ ലോട്ടറി എടുക്കും. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്കും കട കണ്ടു നിർത്തി ലോട്ടറി എടുത്തു. അങ്ങനെ ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ തിരിച്ച് ഞങ്ങളിതാ ചെങ്ങന്നൂർ അമ്പലം വഴിയാണ് വന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നിർത്തി ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ സൈഡിലുള്ള കടകളൊക്കെയാണ് ഇത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് തിരുവല്ലയിൽ നിന്ന് വന്നപ്പോഴത്തേന് ഏകദേശം ഒരു 3:30 മണി ആ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇതുപോലുള്ള കടകളിലൊക്കെ നിർത്തി വെള്ളം കുടിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വിചാരിച്ചു. ഇത് ഞങ്ങളുടെ വണ്ടിയാണ്, അതിവിടെ വെച്ചിട്ട് ഞങ്ങൾ കടയിലോട്ട് പോകാം. 2 നാരങ്ങ വെള്ളം ഞങ്ങൾ മേടിച്ചേ. കസ്കസൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. പിന്നെ ഒരു മക്രോണി വാങ്ങിച്ചു. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.